സുനിതയ്ക്ക് ദിവസ വരുമാനം ഒന്നുമില്ലാത്തത് കൊണ്ട് അവൾ തന്റെ ചേട്ടൻ രമാകാന്തിന്റെ വീട്ടിൽ ജീവിച്ചു. അവൾ അവിടെ പാത്രങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ചേട്ടത്തി നിർമ്മലയ്ക്ക് അവൾ അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ചേച്ചി, നിങ്ങൾ ദിവസം മുഴുവൻ പുറത്താണല്ലോ, ഒരു ജോലിയും ചെയ്യുന്നില്ല. വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ തന്നെ ചെയ്യുന്നു. ചേട്ടത്തി, പോകുന്നതിന് മുമ്പേ ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടല്ലേ പോകുന്നത്? അതെ, എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ചുമ്മാ അല്ലേ ഇരിക്കുന്നത്. എന്തെന്നാൽ ഞാനിവിടെ ചുമ്മാ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ടയേർഡാകുന്നു. ശരി ചേട്ടത്തി, നാളെ മുതൽ വീണ്ടും ജോലി ചെയ്യാം. നിങ്ങളും രാജുവും അല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളത്? ഈ അമ്മയും മകനും പതുക്കെ ഡേറയിട്ട് ഈ വീട്ടിൽ തന്നെ ഇരുന്നു. ഇവരുടെ മുഖം കണ്ടാലേ എനിക്ക് ദേഷ്യം വരുന്നു. ഇപ്പോൾ സുനിത വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് പാത്രം വിൽക്കാൻ പോകും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ അന്ന് അവൾക്ക് ഒരു പാത്രവും വിറ്റില്ല. എന്നിട്ട് അവൾ വീട്ടിലേക്ക് വന്നു. ചേച്ചി, എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നു? ഇന്ന് ഒന്നും വിറ്റില്ലേ? ഇല്ല ചേട്ടത്തി, ഒരു പാത്രവും വിറ്റില്ല. എന്ത്, എല്ലാരും പാത്രത്തിൽ കഴിക്കുന്നത് നിർത്തിയോ? നിന്നെ പോലെ നിന്റെ പാത്രത്തിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചേട്ടത്തി, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇന്ന് ഭയങ്കര വെയിലായിരുന്നു, അതാണ് ഒന്ന് പെട്ടെന്ന് വന്നത്. ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ നീ പറയുന്നതാണിത്. ചേട്ടത്തി, നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? തെളിയിച്ചു പറയൂ, ഇതുപോലെ ചുറ്റി വളച്ച് സംസാരിക്കല്ലേ. ശരി ശരി, നിനക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ പറയാം. നിന്റെ പാത്രം എന്തുകൊണ്ട് വിൽക്കുന്നില്ല എന്നാ? അതിനു കാരണം നിന്റെ ഭാഗ്യമില്ലാത്ത മോനാണ്. രാജു ഇവിടെ ഇരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഒരു വിധത്തിനും സമാധാനമില്ല. ചേട്ടത്തി, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കുള്ള ഒരേ സ്വത്ത് അവനാണ്. അപ്പോൾ രാജു അവിടേക്ക് വന്നു. ഒന്നുമില്ല മോനെ, നിന്റെ മാമിയോട് ഒരു കാര്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ മാമിയുടെ അടുത്തേക്ക് പോയി. മമ്മി, നിങ്ങൾ രണ്ടുപേരും എന്തിനാ എപ്പോ നോക്കിയാലും വഴക്കുണ്ടാക്കുന്നേ? ഒന്നുമില്ല രാജു, നിന്നെ ഇനി എങ്ങനെ പഠിപ്പിക്കുമെന്ന് നിന്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നു. പാത്രങ്ങളൊന്നും ഇപ്പോൾ വിൽക്കുന്നില്ലല്ലോ. അങ്ങനെയാണോ? ഇതാണോ കാര്യം? നോക്കൂ, ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞ് ഒരുപാട് കാശ് സമ്പാദിക്കും. അത് പിന്നീട് നോക്കാം. ആദ്യം നീ ഇപ്പോൾ കാശ് ഉണ്ടാക്കാൻ നോക്ക്. നീ വളരുന്നതിനകത്ത് സാധനങ്ങളുടെ വിലയൊക്കെ അധികരിക്കും. രാജു വിൽക്കാത്ത ആ പാത്രങ്ങൾ വെച്ച് കളിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ പാത്രങ്ങളൊക്കെ ഒന്നിച്ചു ചേർത്ത് കാർ ചെയ്തു. അപ്പോഴാണ് അവന്റെ അമ്മ സുനിത അവിടേക്ക് വന്നത്. മോനെ രാജു, നീ പാത്രങ്ങൾ വെച്ച് എന്ത് ചെയ്യുകയാ? അമ്മ, ഇത് കണ്ടോ, ഞാൻ പാത്രങ്ങൾ കൊണ്ട് ഒരു കാർ ഉണ്ടാക്കിയിരിക്കുക. കൊള്ളാമല്ലോ മോനെ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ അമ്മേ, പാത്രങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഇത് ഉണ്ടാക്കിയത്. അമ്മ നോക്കിക്കോ, ഒരു ദിവസം ഒറിജിനൽ കാർ നമ്മുടെ വീട്ടിലുണ്ടാവും. ആ കാറിൽ ഞാൻ അമ്മയെ ഇരുത്തിക്കൊണ്ട് ഓടിക്കും. ഹാ ശരി മോനെ, നീ തന്നെ ഈ കാറിൽ എന്നെ വെളിയിൽ കൂട്ടിക്കൊണ്ടു പോ. ആദ്യം പഠിച്ചിട്ട് നീ ഒരു നല്ല ആളായി മാറ്. രാജുവിന് രാത്രി ഉറക്കമേ വന്നില്ല. അവന്റെ മൈൻഡിൽ അവന്റെ മാമി സംസാരിച്ചതൊക്കെ ഓർമ്മ വന്നു. എന്നിട്ട് അവൻ പാത്രങ്ങൾ ഒരു ബാഗിൽ എടുത്തുകൊണ്ട് തിരിച്ചു. നടന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ ഒരു കാട്ടിനകത്തേക്ക് പോയി. എന്നിട്ട് വഴി മറന്നുപോയി. അവൻ ഒരുപാട് ടയേർഡായി ഒരു മരത്തിന് താഴെ ഇരുന്നു. അപ്പോൾ അവന് ഒരുപാട് വിശക്കാൻ തുടങ്ങി. അല്ല, ഞാനിത് എവിടെ എത്തിയിരിക്കുന്നേ? വിശന്നിട്ടാണ്, കണ്ണു കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ സ്വന്തം കൈകൊണ്ട് എനിക്ക് ഭക്ഷണം തരുമായിരുന്നു. ഇവിടെ ഈ കാട്ടിൽ ഭക്ഷണം എങ്ങനെ കിട്ടാനാണ്? അപ്പോഴാണ് അവിടേക്ക് ഒരു മുയൽ വന്നത്. അത് അവന് ഒരു ക്യാരറ്റ് നൽകി. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? ഇതാ, ഈ ക്യാരറ്റ് കഴിക്ക്, നിനക്ക് ഒരുപാട് ശക്തി കിട്ടുന്നേ. നിനക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ആ, എനിക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ പറയുന്നത് സത്യസന്ധനായ ഒരുത്തിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. അത് നീയാണ് രാജു. വളരെ വളരെ നന്ദി. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? രാജു നടന്നതൊക്കെ മുയലിനോട് പറഞ്ഞു. മുയൽ അവൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അത് അവനോട് പറഞ്ഞു, ഈ ബാഗിലുള്ള പാത്രം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഈ പാത്രങ്ങൾ കൊണ്ട് ഒരു കാർ ഉണ്ടാക്കും. എന്നിട്ട് രാജു ആ പാത്രങ്ങളൊക്കെ ചേർത്ത് ഒരു കാർ ചെയ്തു. ആ മുയൽ അതിനെ ഒരു ക്യാരറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് അവന് ഒരു റിയൽ കാറാക്കി മാറ്റിക്കൊടുത്തു. അത് കാണാൻ പാത്രങ്ങൾ കൊണ്ട് ചെയ്ത ഒരു കാറ്. പിന്നെ അതിന് പെട്രോൾ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ട് രാജുവിന് ഒരുപാട് സന്തോഷം തോന്നി. ഇതാ ക്യാരറ്റ്. ഈ ക്യാരറ്റ് മൂലം നീ പാത്രങ്ങൾ കൊണ്ട് കാർ ഉണ്ടാക്കിയാൽ നീ ഉണ്ടാക്കുന്ന കാറ് യഥാർത്ഥത്തിലുള്ള കാറായി മാറും. രാജു ആ ക്യാരറ്റ് വാങ്ങി. എന്നിട്ട് പാത്രം കൊണ്ട് ചെയ്ത ആ കാറുമായി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവന്റെ പാത്രങ്ങൾ കൊണ്ട് ചെയ്ത കാറ് കണ്ട് എല്ലാരും അതിശയിച്ചു പോയി. അവൻ തന്റെ വീട്ടിലേക്ക് പോയതും തന്നെ, രാജു, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എവിടെയെല്ലാം തേടിയെന്നോ? നോക്കൂ അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ഒരു ദിവസം ഞാൻ അമ്മയും കൊണ്ട് കാറിൽ കറങ്ങുമെന്ന്. ഞാൻ പാത്രങ്ങൾ കൊണ്ട് കാർ ഉണ്ടാക്കിയിരിക്കുക. അമ്മ കേറ്, നമുക്കൊന്ന് കറങ്ങാം. സുനിത അവളുടെ പാത്രങ്ങൾ കൊണ്ട് ചെയ്ത
കാറ് കണ്ട് അതിശയിച്ചു പോയി. ഇപ്പോൾ രാജു പാത്രങ്ങൾ കൊണ്ട് ഇതുപോലെ കാർ നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങി. പിന്നെ എല്ലാരും അവന്റെ കാറ് വളരെ സന്തോഷത്തോടെ വാങ്ങി. അവർ കാർ വിറ്റ് വലിയ പണക്കാരായി മാറി. എന്നിട്ട് അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. മറ്റൊരു വശത്ത് നിർമ്മല അവരുടെ വിജയത്തെക്കുറിച്ച് ആലോചിച്ച് അവൾ ആ ക്യാരറ്റ് മോഷ്ടിക്കാനായി അവിടേക്ക് വന്നു. അത് ശരി, ഇതാണോ ആ ക്യാരറ്റ്? ഇത് കാരണമാണ് സുനിത ഇപ്പോ തറയിൽ നിൽക്കാത്തത്. ഇവളുടെ മോൻ ഒരു വലിയ ആള് തന്നെയാണ്. പാത്രത്തിൽ കാർ ചെയ്തിരിക്കുന്നു. ഈ ഗ്രാമത്തിൽ ഇവൻ വലിയ ഫേമസ് ആയല്ലോ. നിർമ്മല അവരുടെ വീട്ടിൽ നിന്നും ആ ക്യാരറ്റ് മോഷ്ടിക്കാനായി പോയി. എന്നിട്ട് വീട്ടിനരികിലേക്ക് എത്തി. അല്ല, എന്താ ഇത്? സുനിതയുടെ വീട് ഒരു അരമനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ അവൾ പണക്കാരിയായത് കണ്ട് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പാവപ്പെട്ടവളായിരിക്കുമ്പോൾ അവൾ മാത്രം ഇങ്ങനെ ഇരിക്കാം? ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. നിർമ്മല ആ ക്യാരറ്റിൽ കൈ വെച്ചതും തന്നെ ക്യാരറ്റ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ട് നിർമ്മല ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി. ആ ക്യാരറ്റിനെ ആര് മോഷ്ടിക്കാൻ വന്നാലും അവരെ കൊണ്ട് അതിന്റെ പുറത്ത് കൈ പോലും വെക്കാൻ പറ്റിയില്ല. രാജുവിന് മാത്രമേ അത് ഉപയോഗപ്പെട്ടു. അമ്മേ, ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്മൾ പാത്രങ്ങൾ കൊണ്ട് കാർ ഉണ്ടാക്കി ജീവിക്കുന്നു. ഇതൊക്കെ എത്ര നല്ല കാര്യങ്ങളാണല്ലേ. പക്ഷേ മോനെ, നമ്മൾ പണക്കാരായെന്ന് വെച്ച് പഴയതൊന്നും മറക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ രാജു ആ ക്യാരറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും തുടങ്ങി. പിന്നെ രണ്ടുപേരും സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിച്ചു. ഒരു ഗ്രാമത്തിൽ സുനിത എന്ന് പേരുള്ള ഒരു വിധവയുണ്ടായിരുന്നു. അവൾക്ക് രാജു എന്ന് പേരുള്ള ഒരു മോനുണ്ടായിരുന്നു. സുനിതയ്ക്ക് ദിവസ വരുമാനം ഒന്നുമില്ലാത്തത് കൊണ്ട് അവൾ തന്റെ ചേട്ടൻ രമാകാന്തിന്റെ വീട്ടിൽ ജീവിച്ചു. അവൾ അവിടെ പാത്രങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ചേട്ടത്തി നിർമ്മലയ്ക്ക് അവൾ അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ചേച്ചി, നിങ്ങൾ ദിവസം മുഴുവൻ പുറത്താണല്ലോ, ഒരു ജോലിയും ചെയ്യുന്നില്ല. വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ തന്നെ ചെയ്യുന്നു. ചേട്ടത്തി, പോകുന്നതിന് മുമ്പേ ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടല്ലേ പോകുന്നത്? അതെ, എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ചുമ്മാ അല്ലേ ഇരിക്കുന്നത്. എന്തെന്നാൽ ഞാനിവിടെ ചുമ്മാ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ടയേർഡാകുന്നു. ശരി ചേട്ടത്തി, നാളെ മുതൽ വീണ്ടും ജോലി ചെയ്യാം. നിങ്ങളും രാജുവും അല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളത്? ഈ അമ്മയും മകനും പതുക്കെ ഡേറയിട്ട് ഈ വീട്ടിൽ തന്നെ ഇരുന്നു. ഇവരുടെ മുഖം കണ്ടാലേ എനിക്ക് ദേഷ്യം വരുന്നു. ഇപ്പോൾ സുനിത വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് പാത്രം വിൽക്കാൻ പോകും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ അന്ന് അവൾക്ക് ഒരു പാത്രവും വിറ്റില്ല. എന്നിട്ട് അവൾ വീട്ടിലേക്ക് വന്നു. ചേച്ചി, എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നു? ഇന്ന് ഒന്നും വിറ്റില്ലേ? ഇല്ല ചേട്ടത്തി, ഒരു പാത്രവും വിറ്റില്ല. എന്ത്, എല്ലാരും പാത്രത്തിൽ കഴിക്കുന്നത് നിർത്തിയോ? നിന്നെ പോലെ നിന്റെ പാത്രത്തിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചേട്ടത്തി, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇന്ന് ഭയങ്കര വെയിലായിരുന്നു, അതാണ് ഒന്ന് പെട്ടെന്ന് വന്നത്. ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ നീ പറയുന്നതാണിത്. ചേട്ടത്തി, നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? തെളിയിച്ചു പറയൂ. ഇതുപോലെ ചുറ്റി വളച്ച് സംസാരിക്കല്ലേ. ശരി ശരി, നിനക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ പറയാം. നിന്റെ പാത്രം എന്തുകൊണ്ട് വിൽക്കുന്നില്ല എന്നാ? അതിനു കാരണം നിന്റെ ഭാഗ്യമില്ലാത്ത മോനാണ്. രാജു ഇവിടെ ഇരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഒരു വിധത്തിനും സമാധാനമില്ല. ചേട്ടത്തി, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കുള്ള ഒരേ സ്വത്ത് അവനാണ്. അപ്പോൾ രാജു അവിടേക്ക് വന്നു. എന്തുപറ്റി അമ്മേ? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോനെ, നിന്റെ മാമിയോട് ഒരു കാര്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ മാമിയുടെ അടുത്തേക്ക് പോയി. മമ്മി, നിങ്ങൾ രണ്ടുപേരും എന്തിനാ എപ്പോ നോക്കിയാലും വഴക്കുണ്ടാക്കുന്നേ? ഒന്നുമില്ല രാജു, നിന്നെ ഇനി എങ്ങനെ പഠിപ്പിക്കുമെന്ന് നിന്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നു. പാത്രങ്ങളൊന്നും ഇപ്പോൾ വിൽക്കുന്നില്ലല്ലോ. അങ്ങനെയാണോ? ഇതാണോ കാര്യം? നോക്കൂ, ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞ് ഒരുപാട് കാശ് സമ്പാദിക്കും. അത് പിന്നീട് നോക്കാം. ആദ്യം നീ ഇപ്പോൾ കാശ് ഉണ്ടാക്കാൻ നോക്ക്. നീ വളരുന്നതിനകത്ത് സാധനങ്ങളുടെ വിലയൊക്കെ അധികരിക്കും. രാജു വിൽക്കാത്ത ആ പാത്രങ്ങൾ വെച്ച് കളിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ പാത്രങ്ങളൊക്കെ ഒന്നിച്ചു ചേർത്ത് കാർ ചെയ്തു. അപ്പോഴാണ് അവന്റെ അമ്മ സുനിത അവിടേക്ക് വന്നത്. മോനെ രാജു, നീ പാത്രങ്ങൾ വെച്ച് എന്ത് ചെയ്യുകയാ? അമ്മ, ഇത് കണ്ടോ, ഞാൻ പാത്രങ്ങൾ കൊണ്ട് ഒരു കാർ ഉണ്ടാക്കിയിരിക്കുക. കൊള്ളാമല്ലോ മോനെ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ അമ്മേ, പാത്രങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഇത് ഉണ്ടാക്കിയത്. അമ്മ നോക്കിക്കോ, ഒരു ദിവസം ഒറിജിനൽ കാർ നമ്മുടെ വീട്ടിലുണ്ടാവും. ആ കാറിൽ ഞാൻ അമ്മയെ ഇരുത്തിക്കൊണ്ട് ഓടിക്കും. ഹാ ശരി മോനെ, നീ തന്നെ ഈ കാറിൽ എന്നെ വെളിയിൽ കൂട്ടിക്കൊണ്ടുപോ. ആദ്യം പഠിച്ചിട്ട് നീ ഒരു നല്ല ആളായി മാറ്. രാജുവിന് രാത്രി ഉറക്കമേ വന്നില്ല. അവന്റെ മൈൻഡിൽ അവന്റെ മാമി സംസാരിച്ചതൊക്കെ ഓർമ്മ വന്നു. എന്നിട്ട് അവൻ പാത്രങ്ങൾ ഒരു ബാഗിൽ എടുത്തുകൊണ്ട് തിരിച്ചു. നടന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ ഒരു കാട്ടിനകത്തേക്ക് പോയി. എന്നിട്ട് വഴി മറന്നുപോയി. അവൻ ഒരുപാട് ടയേർഡായി ഒരു മരത്തിന് താഴെ ഇരുന്നു. അപ്പോൾ അവനെ ഒരുപാട് വിശക്കാൻ തുടങ്ങി.
അല്ല, ഞാനിത് എവിടെ എത്തിയിരിക്കുന്നേ? വിശന്നിട്ടാണ് കണ്ണ് കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ സ്വന്തം കൈകൊണ്ട് എനിക്ക് ഭക്ഷണം തരുമായിരുന്നു. ഇവിടെ ഈ കാട്ടിൽ ഭക്ഷണം എങ്ങനെ കിട്ടാനാണ്? അപ്പോഴാണ് അവിടേക്ക് ഒരു മുയൽ വന്നത്. അത് അവന് ഒരു ക്യാരറ്റ് നൽകി. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? ഇതാ ഈ ക്യാരറ്റ് കഴിക്ക്, നിനക്ക് ഒരുപാട് ശക്തി കിട്ടുന്നേ. നിനക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ആ, എനിക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ പറയുന്നത് സത്യസന്ധനായ ഒരുത്തിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. അത് നീയാണ് രാജു. വളരെ വളരെ നന്ദി. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? രാജു നടന്നതൊക്കെ മുയലിനോട് പറഞ്ഞു. മുയൽ അവൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അത് അവനോട് പറഞ്ഞു, ഈ ബാഗിലുള്ള പാത്രം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഈ പാത്രങ്ങൾ കൊണ്ട് ഒരു കാർ ഉണ്ടാക്കും. എന്നിട്ട് രാജു ആ പാത്രങ്ങളൊക്കെ ചേർത്ത് ഒരു കാർ ചെയ്തു. ആ മുയൽ അതിനെ ഒരു ക്യാരറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് അവന് ഒരു റിയൽ കാറാക്കി മാറ്റിക്കൊടുത്തു. അത് കാണാൻ പാത്രങ്ങൾ കൊണ്ട് ചെയ്ത ഒരു കാറ്. പിന്നെ അതിന് പെട്രോൾ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ട് രാജുവിന് ഒരുപാട് സന്തോഷം തോന്നി. ഇതാ ക്യാരറ്റ്. ഈ ക്യാരറ്റ് മൂലം നീ പാത്രങ്ങൾ കൊണ്ട് കാർ ഉണ്ടാക്കിയാൽ നീ ഉണ്ടാക്കുന്ന കാറ് യഥാർത്ഥത്തിലുള്ള കാറായി മാറും. രാജു ആ ക്യാരറ്റ് വാങ്ങി. എന്നിട്ട് പാത്രം കൊണ്ട് ചെയ്ത ആ കാറുമായി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവന്റെ പാത്രങ്ങൾ കൊണ്ട് ചെയ്ത കാറ് കണ്ട് എല്ലാരും അതിശയിച്ചു പോയി. അവൻ തന്റെ വീട്ടിലേക്ക് പോയതും തന്നെ, രാജു, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എവിടെയെല്ലാം തേടിയെന്നോ? നോക്കൂ അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ഒരു ദിവസം ഞാൻ അമ്മയും കൊണ്ട് കാറിൽ കറങ്ങുമെന്ന്. ഞാൻ പാത്രങ്ങൾ കൊണ്ട് കാർ ഉണ്ടാക്കിയിരിക്കുക. അമ്മ കേറ്, നമുക്കൊന്ന് കറങ്ങാം. സുനിത അവളുടെ പാത്രങ്ങൾ കൊണ്ട് ചെയ്ത കാറ് കണ്ട് അതിശയിച്ചു പോയി. ഇപ്പോൾ രാജു പാത്രങ്ങൾ കൊണ്ട് ഇതുപോലെ കാർ നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങി. പിന്നെ എല്ലാരും അവന്റെ കാറ് വളരെ സന്തോഷത്തോടെ വാങ്ങി. അവർ കാർ വിറ്റ് വലിയ പണക്കാരായി മാറി. എന്നിട്ട് അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. മറ്റൊരു വശത്ത് നിർമ്മല അവരുടെ വിജയത്തെക്കുറിച്ച് ആലോചിച്ച് അവൾ ആ ക്യാരറ്റ് മോഷ്ടിക്കാനായി അവിടേക്ക് വന്നു. അത് ശരി, ഇതാണോ ആ ക്യാരറ്റ്? ഇത് കാരണമാണ് സുനിത ഇപ്പൊ തറയിൽ നിൽക്കാത്തത്. ഇവളുടെ മോൻ ഒരു വലിയ ആള് തന്നെയാണ്. പാത്രത്തിൽ കാർ ചെയ്തിരിക്കുന്നു. ഈ ഗ്രാമത്തിൽ ഇവൻ വലിയ ഫേമസ് ആയല്ലോ. നിർമ്മല അവരുടെ വീട്ടിൽ നിന്നും ആ ക്യാരറ്റ് മോഷ്ടിക്കാനായി പോയി. എന്നിട്ട് വീട്ടിനരികിലേക്ക് എത്തി. അല്ല, എന്താ ഇത്? സുനിതയുടെ വീട് ഒരു അരമനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ അവൾ പണക്കാരിയായത് കണ്ട് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പാവപ്പെട്ടവളായിരിക്കുമ്പോൾ അവൾ മാത്രം എങ്ങനെ ഇങ്ങനെ ഇരിക്കാം? ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. നിർമ്മല ആ ക്യാരറ്റിൽ കൈ വെച്ചതും തന്നെ ക്യാരറ്റ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ട് നിർമ്മല ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി. ആ ക്യാരറ്റിനെ ആര് മോഷ്ടിക്കാൻ വന്നാലും അവരെ കൊണ്ട് അതിന്റെ പുറത്ത് കൈ പോലും വെക്കാൻ പറ്റിയില്ല. രാജുവിന് മാത്രമേ അത് ഉപയോഗപ്പെട്ടു. അമ്മേ, ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്മൾ പാത്രങ്ങൾ കൊണ്ട് കാർ ഉണ്ടാക്കി ജീവിക്കുന്നു. ഇതൊക്കെ എത്ര നല്ല കാര്യങ്ങളാണല്ലേ? പക്ഷേ മോനെ, നമ്മൾ പണക്കാരായെന്ന് വെച്ച് പഴയതൊന്നും മറക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ രാജു ആ ക്യാരറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും തുടങ്ങി. പിന്നെ രണ്ടുപേരും സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിച്ചു.